വെൽക്കം ബാക്ക് ടു എ ഫ്രഷ് ന്യൂ വ്ലോഗ്. നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളൊക്കെ അറിയുന്ന പോലെ മിഡിൽ ഈസ്റ്റിലെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാവരും അവെയർ ആയിരിക്കും. പക്ഷെ ന്യൂസ് ചാനൽസിലും എല്ലാത്തിലും ഒക്കെ കാണിക്കുന്ന മാത്രം അത്രയും ഒരു പാനിക് ആൻഡ് ഫിയർഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും അല്ല ഇവിടെ. ആദ്യത്തെ 2 ദിവസം ഞാനും വറീഡൊക്കെ ആയിരുന്നു. കാര്യം നമുക്ക് വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് ഒക്കെ ഖത്തറിലും ദുബായിലും ഒക്കെ ഉള്ളതാണ്. പക്ഷേ എല്ലാവരും സേഫാണ്, എല്ലാവരും ഓക്കെ ആണ്. ഇവിടുത്തെ ഗവൺമെന്റ് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രിക്കോഷൻസും ഗൈഡ് ലൈൻസ് ഒക്കെ നമുക്ക് തന്ന് നമ്മളെ സേഫ് ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. ന്യൂസ് ചാനൽസിലൊക്കെ കാണിക്കുന്ന മാത്രം അത്രയും ഒരു പാനിക് ആൻഡ് ഭയങ്കര വറിയാക്കുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും അല്ല. നമ്മളെല്ലാവരും സേഫാണ്, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും ഓക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ തീർച്ചയായിട്ടും നമ്മളൊക്കെ എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യണം. സോ നമുക്ക് ആ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ മാസം റമദാനാണ്, പുണ്യമാസമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു റമദാൻ വ്ളോഗാണ്. നോമ്പ് എടുക്കലും നോമ്പ് തുറയും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി വ്ളോഗ്. സോ വെൽക്കം ടു ദ ന്യൂ വ്ളോഗ് ഗൈസ് വൺസ് അഗെയിൻ. ഞാനൊക്കെ ആദ്യമായിട്ട് നോമ്പ് എടുക്കുന്നത് കഴിഞ്ഞ കൊല്ലാണ്. നമ്മൾ നമ്മുടെ ചാനലിൽ വ്ളോഗ് ഇട്ടിട്ടുണ്ട്. റമദാൻ ആൻഡ് ഇഫ്താർ വ്ളോഗ് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഈ തവണ അനീഷ് മാത്രമേ നോമ്പ് എടുക്കുന്നുള്ളൂ. എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല. ഞാൻ എന്താണ് കാര്യം എന്ന് കൂടി പറയാം, അല്ലെങ്കിൽ എല്ലാവരും എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കും. സോ എനിക്ക് ഭയങ്കര അസിഡിറ്റി ഇഷ്യൂ ഉള്ള ഒരാളാണ്. കഴിഞ്ഞ വട്ടമായാലും ഞാൻ നോമ്പ് എടുത്തപ്പോൾ ഒരു ദിവസത്തേക്കല്ല നമ്മൾ എടുക്കണേ. അപ്പോൾ സാറ്റർഡേ ആയപ്പോഴേക്കും ഞാൻ എല്ലാ പ്രിക്കോഷൻസും ഒക്കെ നോക്കി ഞാൻ അസിഡിറ്റിയുടെ മെഡിസിൻ കഴിച്ചൊക്കെയാണ് ഞാൻ അന്ന് നോമ്പ് എടുത്തത്. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് എനിക്ക് ഭയങ്കര അസിഡിറ്റി ആയി, ഭയങ്കര പെയിൻ ആയി, വൊമിറ്റിംഗ് ആയി, തലവേദനയായി. ഞാൻ ആകെ കുഴഞ്ഞ് ഭയങ്കര സിക്കായി പോയിട്ട്. എനിക്ക് എപ്പോഴും അങ്ങനെയാണ്, അസിഡിറ്റി വന്നു കഴിഞ്ഞാൽ ഭയങ്കര സിവിയർ ആണ്, വോമിറ്റിംഗ് ആയി, പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് ട്രിപ്പൊക്കെ എടുത്ത് അങ്ങനെ എനിക്കൊരു ഭയങ്കര ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു അസുഖമാണ് ഈ അസിഡിറ്റി എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴും ഇതൊക്കെ ആയിട്ട് ഒരു ദിവസത്തേക്കല്ലേ നമ്മൾ എടുക്കുള്ളൂ. നമുക്കത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോവുകയാണെങ്കിൽ നമ്മുടെ ബോഡി അതിനോട് അഡാപ്റ്റ്. അപ്പോൾ ഒറ്റ ദിവസത്തേക്ക് അത് എടുക്കുന്നത് അഡ്വൈസബിൾ അല്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഞാൻ നോമ്പ് എടുക്കുന്നില്ല. അനീഷ് മാത്രമേ നോമ്പ് എടുക്കുന്നുള്ളൂ ഈ കൊല്ലം. അപ്പൊ നമുക്ക് അനീഷിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഇഫ്താറൊക്കെ നമുക്ക് ഒരുക്കാം. നോമ്പ് എടുക്കുന്ന പോലെ തന്നെ പുണ്യമുള്ള ഒരു കാര്യമാണല്ലോ ഇഫ്താർ. നോമ്പ് എടുക്കുന്ന ആൾക്കാർക്ക് ഇഫ്താർ ഫുഡൊക്കെ കുക്ക് ചെയ്ത് ഇഫ്താറൊക്കെ ഒരുക്കി അവർക്ക് ആ നോമ്പ് തുറയ്ക്ക് വേണ്ടി നമ്മളെ കൊണ്ടാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതും ഒരു പുണ്യമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പൊ നമുക്ക് അതൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇപ്പൊ സമയം 11:30 ആയി. അനീഷ് നല്ല ഉറക്കാണ്. അപ്പൊ ഉറങ്ങിക്കോട്ടെ, നമുക്ക് ശല്യപ്പെടുത്തണ്ട. ഞാൻ ഓൾറെഡി ഇന്നലെ തന്നെ എന്തൊക്കെ ഉണ്ടാക്കണം, എന്തൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഓൾറെഡി എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ സ്നാക്സും ഒരു ഡ്രിങ്കും ഒരു ഡെസേർട്ടും മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കാര്യം അത് കഴിഞ്ഞ ശേഷം അനീഷ് നമുക്ക് ഡിന്നർ പുറത്തു പോയിട്ട് കഴിക്കാം. കാര്യം എല്ലാം കൂടെ ഉണ്ടാക്കലും ഒരു ഇതാവും, ബുദ്ധിമുട്ടാവും. പിന്നെ കഴിഞ്ഞ കൊല്ലം ഞാൻ മെയിൻ കോഴ്സ് ആയിട്ടും നമ്മൾ നെയ്ച്ചോറ്, ബീഫ്, പത്തിരി, പ്രോൺസ് അങ്ങനെ എല്ലാം നമ്മൾ സ്നാക്സും എല്ലാം കൂടെ ഉണ്ടാക്കണം. അപ്പൊ അന്ന് ഭയങ്കര ഒരു തിക്ക് തിരക്കായിരുന്നു. അപ്പൊ ഈ തവണ അനീഷ് പറഞ്ഞു നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഫുഡ് കഴിക്കാം. മൊത്തം ഇഫ്താർ പുറത്താക്കാന്ന് പറയാം. പക്ഷെ എനിക്ക് തോന്നി എന്തെങ്കിലും വീട്ടിൽ ഉണ്ടാക്കണ്ടേ, എന്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണം, അനീഷ് നോമ്പൊക്കെ എടുത്തിരിക്കല്ലേ. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് നമ്മൾ സ്നാക്സ് ഒരു 3-4 സ്നാക്സ്, ഒരു ഡ്രിങ്ക്, ഒരു ഡെസേർട്ട്, ഇത്ര ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാം, മെയിൻ കോഴ്സ് ഒക്കെ. ഓക്കെ. അപ്പോ ഞാൻ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓൾറെഡി സാധനങ്ങളൊക്കെ ഇന്നലെ വാങ്ങിച്ചു വെച്ചു. അപ്പൊ ഞാനിപ്പോ കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി. അപ്പൊ ഞാൻ ഇനി പോയിട്ട് വേഗം എന്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് എല്ലാ വെജിറ്റബിൾസും എല്ലാ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് വന്ന സമയം കൊണ്ട് നിങ്ങൾ ഇന്ന് രാവിലെ പുലർച്ചയ്ക്ക് ഞങ്ങൾ അത്താഴത്തിന് എണീറ്റുള്ള വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരും. ഓക്കെ. അപ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ കഴിച്ച് ഇരിക്കാം. All set? യെസ് ഗായ്സ്. സോ അങ്ങനെ അനീഷ് അത്താഴമൊക്കെ കഴിച്ചു കഴിഞ്ഞു. മുട്ട പുഴുങ്ങിയതും ഓട്സും പിന്നെ ഒരു ക്രീം ബണ്ണുമാണ് കഴിച്ചത്.
എനിക്ക് എല്ലാം കൂടി തിരക്കിട്ട് ചെയ്യണ കാരണം മുട്ട പുഴുങ്ങിയതിന് മാത്രമേ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് അത്താഴമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഓൾ സെറ്റാണ്. ഇപ്പോൾ സമയം 5:05 5:10 ഫാസ്റ്റിംഗ് തുടങ്ങുക. ഇന്ന് ഞാൻ ഇതിൽ നോക്കിയപ്പോൾ, ഗൂഗിളിൽ നോക്കിയപ്പോൾ. അപ്പോൾ എനിക്കുള്ള മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ നേരം വെളുത്തിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാം സെറ്റാണ്. ഞങ്ങളിപ്പോൾ ദാ കിടക്കാൻ പോവാണ്. വീണ്ടും ഓൾറെഡി സക്സസ് ആക്കൂലേ? ഓക്കെ ഗൈസ്, അപ്പം ഇനി രാവിലെ കാണാം. ഹേ ഗൈസ്, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അത്താഴത്തിന്റെ വിശേഷങ്ങളൊക്കെ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അതൊക്കെ കണ്ടുവന്നപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഞാൻ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചു ഗൈസ്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ, അപ്പൊ നമുക്ക് അത് ആദ്യം പറയാം. ചിക്കൻ കട്ട്ലേറ്റ്സ്, ട്യൂന സമൂസ, ഉന്നക്കായ, പിന്നെ കൊളഡ ആൻഡ് മാംഗോ സാഗോ. ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവങ്ങൾ. തുടങ്ങിയാലോ? വായോ. ആദ്യം തന്നെ ഞാൻ കൈവച്ചത് ചിക്കൻ കട്ട്ലേറ്റ്സിലാണ്. അതെനിക്ക് കണ്ണടച്ച് ഉണ്ടാക്കാൻ പറ്റും. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പി ആട്ടോ. ഞാൻ വേഗം ഫില്ലിങ്സ് എങ്ങനെ ആക്കുന്നതെന്ന് പറഞ്ഞുതരാം. ഞാനിവിടെ എടുത്തേക്കുന്ന കറങ്ങണ കോഴിയില്ലേ, നമ്മുടെ ഗ്രില്ല് ചെയ്ത ചിക്കൻ, അതാകുമ്പോൾ നമുക്ക് മസാല തേക്കലും വേവിക്കലും ആ പരിപാടികളൊക്കെ ഒഴിഞ്ഞു കിട്ടും. നമ്മൾ അതിൻ്റെ സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞ ശേഷം മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പാൻ വയ്ക്കുക, ഓയിൽ ഒഴിക്കുക, അതിലേക്ക് സവാള, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എല്ലാം കൂടി ചെറുതാക്കി അരിഞ്ഞതിടുക. നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യുക. മസാല ഇട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, അത്രയും മതി. എല്ലാം കൂടി നന്നായി സോട്ട് ചെയ്യുക. ഒന്ന് മുരിഞ്ഞു വരുമ്പോഴേക്കും നമ്മുടെ ഫില്ലിങ്സ് ഇതാ റെഡി ആയി കഴിഞ്ഞു. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ചും കൂടി മിക്സ് ചെയ്ത് പാറ്റീസ് റെഡിയാക്കിയാൽ മതി. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് ട്യൂണ സമോസയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കലാണ്. ഇത് ആരുടെയും റെസിപ്പിയൊന്നുമല്ല, ഞാൻ തന്നെ കണ്ടുപിടിച്ച എൻ്റെ ഓൺ റെസിപ്പിയാണ്. ഓയിൽ ഒഴിക്കുക, സവാള, പച്ചമുളക് ഇടുക, പിന്നെ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക, പിന്നെ തക്കാളിയും കൂടി ഇടുക. നന്നായി സോട്ട് ചെയ്ത ശേഷം നമ്മുടെ മസാലപ്പൊടികളെല്ലാം ഇടുക. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കൊറിയാണ്ടർ പൗഡർ, പെപ്പർ പൗഡർ, ഉപ്പ് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് സോട്ട് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ക്യാൻഡ് ആയിട്ടുള്ള ട്യൂണാണ്. ഞാൻ എൻ്റെ അകത്ത് സൺഫ്ലവർ ഓയിലിൽ ഇട്ട് വെച്ചിരിക്കുന്ന ട്യൂണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ എണ്ണ മൊത്തം ഒഴിക്കരുത്, ഫിഷ് ഇടുക. എന്നിട്ട് ആവശ്യത്തിന് ഇച്ചിരി ഓയിൽ മാത്രം അതിൽ നിന്ന് എടുത്ത് ഒഴിച്ചിട്ട് മല്ലിയിലയും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് നല്ലൊരു ആ ഒരു റോ ഫ്ലേവറൊക്കെ മാറി വന്നിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ ഫില്ലിങ്സ് റെഡിയാവും. അടുത്ത ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായയാണ്. ഉന്നക്കായ ഉണ്ടാക്കാനുള്ള റെസിപ്പിയൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ച് വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് കഴിഞ്ഞ കൊല്ലം നോമ്പ് തുറയുടെ സമയത്ത് ഞാൻ ഉണ്ടാക്കിയത് കാരണം എനിക്കൊരു ഏകദേശം ഐഡിയ ഉണ്ട്. അപ്പോൾ നല്ല പഴുത്ത പഴം നോക്കിയിട്ട് നമ്മൾ ആവി കയറ്റാനായിട്ട് വെക്കണം, അതായത് പഴം പുഴുങ്ങാനായിട്ട് വെക്കണം. ഈ പഴം പുഴുങ്ങാനായിട്ട് ഞാൻ വെക്കുന്ന ഈ ആവി കയറ്റുന്ന പാത്രം എനിക്ക് എൻ്റെ അമ്മൂമ്മ തന്നതാട്ടോ. എൻ്റെ അമ്മൂമ്മയ്ക്ക് വീട്ടിലെ ഒരു നിലവറയുണ്ട് ഗൈസ്, മണിച്ചിത്ര താഴേക്കിട്ട് പൂട്ടി വെച്ചിരിക്കുന്ന ഒരു നിലവറ. ആ നിലവറക്കകത്ത് അമ്മൂമ്മയ്ക്കൊരു പാത്രത്തിൻ്റെ വലിയൊരു കളക്ഷൻ തന്നെയുണ്ട്. പല വെറൈറ്റി, പല സൈസിലുള്ള പാത്രങ്ങൾ, സ്പൂണുകൾ, അങ്ങനെ എന്തെന്നല്ലാത്തത്ര സാധനങ്ങൾ അവിടെയുണ്ട്. അതാണെങ്കിൽ അമ്മൂമ്മ ഒരു പാത്രം അവിടെ നിന്ന് ആർക്കും കൊടുക്കത്തില്ല കേട്ടോ. പക്ഷെ എന്നോടൊരു പ്രത്യേക സ്നേഹം ഉള്ളത് കൊണ്ടും പേരക്കുട്ടി, മൂത്ത പേരക്കുട്ടി എന്നുള്ള ആനുകൂല്യങ്ങളുള്ളത് കൊണ്ടും എനിക്ക് തരും കേട്ടോ. എനിക്ക് താക്കോൽ തന്നെ എടുത്തു തന്നിട്ട് മോൻ ഇഷ്ടമുള്ള എന്ത് വേണമെങ്കിലും കയറി എടുത്തോ എന്ന് പറയും. അങ്ങനെ ഞാൻ എനിക്ക് തന്ന അല്ലെങ്കിൽ എടുത്തുകൊണ്ട് വന്ന ഒരു ക്യൂട്ടായിട്ടുള്ള ആവിയേറ്റുന്ന പാത്രമാണത്. ചെറിയൊരു പാത്രമാണ്. അതുകൊണ്ട് നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ നമുക്ക് രണ്ടുപേരൊക്കെ ഉള്ളെങ്കിൽ സുഖമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പഴം അവിടെ ഇരുന്ന് വേവുമ്പോഴേക്കും ഞാൻ അതിനുള്ള ഫില്ലിങ്സ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ പറയുന്നില്ല, കാര്യം ഇതിലും നന്നായിട്ടുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ കിട്ടും. അതിൻ്റെ അപ്പുറത്ത് ഞാൻ മാംഗോ സാഗോ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാബുദാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ എല്ലാ കണക്ക് കൂട്ടലും തെറ്റിച്ചുകൊണ്ട് ഈ സാബുദാൻ കറക്റ്റായിട്ട് കുളമായെന്ന് വേണം പറയാനായിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് വാങ്ങിക്കുന്നതും ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നതും. പക്ഷേ എൻ്റെ അളവുകളൊക്കെ തെറ്റിയത് കാരണം ആദ്യത്തെ വട്ടം ഈ സാബുദാൻ മൊത്തം ഒട്ടിപ്പിടിച്ച് വെന്തളിഞ്ഞ് പാത്രത്തിലും ആകെ അത് സ്റ്റിക്കായി മൊത്തം കൊണ്ടുപോയി കളഞ്ഞ് അതൊക്കെ വൃത്തിയാക്കി രണ്ടാമത് ഞാൻ വേവിച്ചെടുക്കേണ്ടി വന്നു. രണ്ടാമത്തെ വട്ടം ഞാൻ പിന്നെ ChatGPTയോട് ചോദിച്ച് അളവും സമയവും ഒക്കെ പഠിച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോളാം, ബിഗിനേഴ്സ് ആണെങ്കിൽ. ഓക്കെ, യെസ് ഗായ്സ്, അങ്ങനെ പണി ഒരു ഏകദേശമൊക്കെ ഒന്ന് ഒതുങ്ങി ഗായ്സ്. ഇപ്പോൾ സമയം 2:30-2:45. അപ്പോൾ നമ്മുടെ കട്ട്ലേറ്റിനുള്ളത് റെഡിയാക്കി, സമൂസൊക്കെ ഉള്ള റെഡിയാക്കി, ഉന്നക്കായ്ക്കുള്ളതൊക്കെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എല്ലാ ഫില്ലിങ്സും റെഡിയായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് നമ്മുടെ ഡെസേർട്ടും ഡ്രിങ്കിനുള്ള കാര്യങ്ങളും കൂടി സെറ്റാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നമുക്ക് ബാക്കിയെല്ലാം കൂടി ഫില്ലിങ്സ് ആക്കി ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം.
ഞാൻ തന്നെ ഇപ്പോൾ ഇത്തിരി ടയേർഡായി ആക്ച്വലി പറഞ്ഞാൽ. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ സെറ്റാക്കിയ ഫില്ലിങ്സൊക്കെ. ഇത് നമ്മുടെ ഉന്നക്കായ്ക്കുള്ള ഫില്ലിങ്ങും പഴവും ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സമൂസയ്ക്കുള്ള ട്യൂണ ഫില്ലിങ്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റിനുള്ള ഫില്ലിങ്സും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. ആ പണിയൊക്കെ നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മാംഗോ സാഗോ ഡെസേർട്ട് ഉണ്ടാക്കാം. അതിനായിട്ട് നല്ല പഴുത്ത മാങ്ങ നമ്മൾ കട്ട് ചെയ്ത് മിക്സിയിലേക്ക് ഇടുക. പിന്നെ നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുക. കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി കേട്ടോ ഗൈസ്, അല്ലെങ്കിൽ നമ്മുടെ മാംഗോൻ്റെ ആ ഒരു ഫ്ലേവർ നമുക്ക് പോകും. അത് കഴിഞ്ഞ ശേഷം പാൽ ഒഴിക്കുക. പാൽ ഏതാണെന്ന് വെച്ചാൽ ലോ ഫാറ്റോ ഫുൾ ഫാറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പാൽ കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നമ്മളൊരു കുറുക്ക് പരുവം, അതാണ് ടെക്സ്ചർ, അത്രയും പാൽ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അടിച്ചെടുക്കുക. ഞാൻ രണ്ടാമത് കറക്റ്റായിട്ട് വേവിച്ചെടുത്ത നമ്മുടെ സാബുദാൻ ഒരു ബൗളിലേക്ക് മാറ്റുക. അതിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മാംഗോ മിക്സ് ഒഴിക്കുക. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കണം മാംഗോ ചങ്ക്സും കൂടി ഇട്ടിട്ട് എല്ലാം കൂടി നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു റാപ്പ് വെച്ച് കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക. നല്ല തണുത്തിട്ട് കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് എടുത്താൽ മതി ഗൈസ്. ദിസ് ഈസ് എ മസ്റ്റ് ട്രൈ, ഈസി ടു മേക്ക് ആൻഡ് വെരി യമ്മിയാണ്. ആകെ ശ്രദ്ധിക്കേണ്ട 2 കാര്യം: ഒന്ന്, മാങ്ങ നല്ല പഴുത്ത മാങ്ങ വേണം എടുക്കാനായിട്ട്, മധുരമുള്ളത്. രണ്ടാമത്തത്, സാബുദാൻ കറക്റ്റായിട്ട് വേവിക്കുക. ആൻഡ് കണ്ടൻസ് മിൽക്ക് ആവശ്യത്തിന് ഒഴിക്കുക. നെക്സ്റ്റ് നമുക്ക് പിന്നെ കോളഡ ഡ്രിങ്ക് ഉണ്ടാക്കാം. അതിനായിട്ട് ഞങ്ങൾ 100% പൈനാപ്പിൾ ജ്യൂസ് എടുത്തിട്ടുണ്ട്. 2 ബ്രാൻഡ് എടുത്തതേ ഉള്ളൂ. പിന്നെ നമുക്കിങ്ങനെ ടിന്നിൽ കിട്ടുന്ന സ്ലൈസ്ഡ് ആയിട്ടുള്ള പൈനാപ്പിൾസും നമ്മൾ മിക്സിയിലേക്ക് ആ ജ്യൂസ് ഒഴിക്കുക. അതേപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് മിൽക്ക്, അതും ഞങ്ങൾ ടിന്നിൽ കിട്ടുന്നേ വാങ്ങിച്ചത്, അതും കൂടി ഒഴിക്കുക. പിന്നെ നമ്മൾ ടിന്നിൽ വാങ്ങിച്ച ആ സ്ലൈസ്ഡ് പൈനാപ്പിൾസും കൂടി ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഫ്രഷ് പൈനാപ്പിളിലും ഫ്രഷ് കോക്കനട്ട് മിൽക്കിലും ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ കുറച്ചും കൂടി എളുപ്പപ്പണിക്കായിട്ട് ചെയ്തതാണ്. പക്ഷേ ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ആൻഡ് നന്നായിട്ട് അടിച്ച് നമ്മളിതാ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വയ്ക്കാം. അതിനുശേഷം ഞാൻ ഫില്ലിങ്സൊക്കെ വേഗം തന്നെ നമ്മുടെ സമൂസ ഷീറ്റിലേക്കും കട്ട്ലേറ്റ്സിനെ പാറ്റീസൊക്കെ റെഡിയാക്കാൻ തുടങ്ങി. അപ്പോൾ സമൂസ സ്ഥിരം ഉണ്ടാക്കാത്തത് കൊണ്ട് എനിക്ക് യൂട്യൂബ് നോക്കി കുറച്ചൊന്ന് ഇത് റോൾ ചെയ്യണത് പഠിക്കേണ്ടി വന്നു. അവിടെയൊക്കെ എൻ്റെ സമയം അത്യാവശ്യം പോയായിരുന്നു ഗൈസ്. ഇതൊക്കെ ആയപ്പോഴേക്കും ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നിന്ന് തന്നെ എനിക്ക് പിറ്റേ ദിവസമൊക്കെ ഭയങ്കര കാലുവേദനയായിരുന്നു കേട്ടോ. ഉപ്പൂറ്റിയില്ലേ, ആ ഭാഗമായിരുന്നു എനിക്ക് നല്ല വേദന. ഏകദേശം ഒരു 12:30 ആയപ്പോൾ ഞാൻ കിച്ചണിൽ കയറിയിട്ട് ഏകദേശം 5:30 6 ആയി. കറക്റ്റ് അനീഷ നോമ്പ് തുറക്കാൻ വേണ്ടി 6 മണിക്ക് അവിടെ വന്നിരിക്കുമ്പോഴേക്കാണ് ഞാൻ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് കിച്ചണിൽ നിന്ന് ഇറങ്ങണം. അതുവരെ ഞാനൊന്നും ഇരുന്നിട്ട് പോലും ഇല്ല. അപ്പോൾ അത് ഉണ്ടാക്കുന്നൊരു സമയത്തൊന്നും നമ്മളിതൊന്നും അറിയില്ല. പക്ഷേ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും എവിടെ നിന്നില്ലാത്തൊരു ക്ഷീണം അങ്ങോട്ട് വരും ഗൈസ്. ആ എയർ ഫ്രൈൻ്റെ അകത്ത് ഞാൻ വെച്ചില്ലേ, അത് എൻ്റെ മെനുവിലൊന്നും ഇല്ലാത്തൊരു സാധനമായിരുന്നു. ഉന്നക്കായുടെ ഫില്ലിങ്സ് ബാക്കി വന്നത് ഞാൻ നമ്മുടെ സമൂസ ഷീറ്റില്ലേ അതിൻ്റെ അകത്തേക്ക് ആക്കിയിട്ട് റാപ്പ് ചെയ്ത് എയർ ഫ്രൈൻ്റെ അകത്ത് ഇട്ടതായിരുന്നു. ഇതെൻ്റെ പ്ലാനിൽ ഇല്ലാത്തൊരു ഐറ്റമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഫില്ലിങ്സ് ബാക്കി വന്നപ്പോൾ എൻ്റെ ഓൺ ദ സ്പോട്ട് ക്രിയേറ്റിവിറ്റി വർക്കൗട്ട് ചെയ്തതാണ് ഗൈസ്. ബട്ട് ഇറ്റ് കെയിം ഔട്ട് സോ ഗുഡ് കേട്ടോ. കട്ട്ലേറ്റ്സും കൂടി നമ്മൾ ഫ്രൈ ചെയ്യാം കേട്ടോ. ഇത് കൊച്ചിക്കാരുടെ മാത്രം ഒരു സ്പെഷ്യൽ ഇതാണ്. നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കിയ ശേഷം എഗ് വൈറ്റിൻ്റെ അകത്തേക്ക് ഡിപ്പ് ചെയ്താണ് നമ്മൾ ഓയിലേക്ക് ഇടുന്നത്. ഓക്കെ, മിക്കവാറും ഈ വീഡിയോ കാണുന്ന സമയത്ത് അവിടെ ഇരുന്ന് പറയുന്ന കേട്ടോ, അവൾ കരിയിച്ചു എന്ന്. എപ്പോഴും എനിക്കിത് സംഭവിക്കാറുണ്ട് ഗൈസ്. എന്തെങ്കിലുമൊക്കെ വറക്കുമ്പോൾ 1-2 സാധനങ്ങളൊക്കെ കരിഞ്ഞു. പിന്നെ തിരക്കിൻ്റെ ഇടയിൽ പറ്റുന്നതല്ലേ, സാരില്ല. എൻ്റെ സ്നാക്സൊക്കെ റെഡിയായി ഗൈസ്, നോക്കൂ. എല്ലാം ടേസ്റ്റിയാണ്. ഇച്ചിരി സൂപ്പറാ. ഇത് ടൂണ സമൂസയല്ലേ ഇഷ്ടം? ഞാൻ ആദ്യമായിട്ട് ടൂണ സാലഡ് മുഖത്ത് ഇത്ര എക്സ്പ്രഷനൊക്കെ വരത്തുള്ളൂ ഗൈസ്. എൻ്റെ ഉള്ളു ഞാൻ നോക്കാം.
അടുത്തത് ഫേമസ് നമ്മുടെ ചിക്കൻ കട്ട്ലേറ്റ്. ഇതെന്തായാലും 100 മാർക്ക് എനിക്കറിയാം, കോൺഫിഡൻ്റ് ആണ്. സൂപ്പർ. ഓക്കെ, ഇനി നമ്മുടെ ഡ്രിങ്ക് ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമ്മുടെ സ്പെഷ്യൽ ഡ്രിങ്ക് പറയൂ. പിന്നെ കൊളഡ, അതാണ് നമ്മുടെ ഡ്രിങ്ക്. നല്ല തണുപ്പിച്ചിട്ടാണ് ഇത് കഴിക്കാൻ ഗൈസ്. പിന്നെ കൊളഡ നല്ല ഫില്ലിംഗ് ആയിരിക്കും. പിന്നെ ഏതാ മറ്റേ ആ സാധനം നോക്കിയാ, ഉന്നക്കായുടെ ഫില്ലിങ്സ് ബാക്കി വന്നത് വെച്ചിട്ട് ഞാൻ ചെറിയൊരു ഇതാക്കിയതാ, ഒരു മിഠായി പോലെ ഒരു ചെറിയ സാധനം. അത് ഞാൻ എയർ ഫ്രയറിൽ ഇട്ടതാ. അതായത് ആ ഉന്നക്കായുടെ ഫില്ലിങ് ബാക്കി വന്നത് ഞാൻ സമൂസ ഷീറ്റിലാക്കിയിട്ട് എയർ ഫ്രയറിൽ ഇട്ടു. ഞാൻ ഏറ്റവും കൂടുതൽ ലുക്ക് ഫോർവേഡ് ചെയ്തിരുന്നതും ഹൈ എക്സ്പെക്റ്റേഷനോടെ ഉണ്ടാക്കിയ ഒരു ഐറ്റമായിരുന്നു ഈ മാംഗോ സാഗോ ഡെസേർട്ട്. ആൻഡ് ഗൈസ്, ദിസ് വാസ് ജസ്റ്റ് അടിപൊളി, ലൈക്ക് സ്റ്റാർ ഓഫ് ദ ഷോ എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി ടേസ്റ്റായിരുന്നു. നിങ്ങളെല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇറ്റ്സ് സോ ഈസി ടു മേക്ക് ആൻഡ് സോ യമ്മി. എങ്ങനെയുണ്ട്? 10ൽ എത്ര മാർക്ക് കൊടുക്കാം? മധുരമൊക്കെ കറക്റ്റ് അല്ലേ? ഓക്കെ ഗൈസ്, അപ്പൊ ഇനി ഞാൻ പോയി ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ, അത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഫുഡ് ഉണ്ടാക്കലും അത് കഴിഞ്ഞുള്ള കയ്പ്പും അത് കഴിഞ്ഞുള്ള ഒരു കുട്ടി റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ ഫുഡൊക്കെ പാക്ക് ചെയ്യാണ് നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഓൾറെഡി ഇങ്ങനത്തെ ഡിസ്പോസിബിൾ കണ്ടെയ്നേഴ്സൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ ഫുഡ് ഉണ്ടാക്കിയതും അവർക്കൊക്കെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ എല്ലാ സാധനങ്ങളും ഇതുപോലെ പാക്കൊക്കെ ചെയ്ത് പേരൊക്കെ എഴുതി വെച്ച് ഡ്രസ്സെല്ലാം ചെയ്ത് അവർക്ക് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ് ഇതേപോലെ മറ്റുള്ളവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി ഷെയർ ചെയ്യാനായിട്ട്. നമ്മളിതാ ഇറങ്ങി ഗൈസ് പുറത്തേക്ക്. ഇതെല്ലാം കൊണ്ടുപോയി ഫ്രണ്ട്സിന് കൊടുത്തിട്ട് നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം. ഞാൻ വിശദമായിട്ട് ഇനി വണ്ടി കയറിയിട്ട് സംസാരിക്കാം. ഓക്കെ, യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ സ്നാക്സും ഡെസേർട്ട്സും ഒക്കെ നമ്മുടെ ഫ്രണ്ട്സായിട്ടൊക്കെ ഷെയർ ചെയ്തു. നമ്മൾ മാത്രം കഴിക്കുന്നതിലല്ല, നമ്മളെപ്പോഴും ഷെയറിങ് ചെയ്യണം. ഷെയറിങ് ഇസ് കെയറിങ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൊടുത്തു അവർക്കും കൊണ്ടുപോയിട്ട്. അപ്പോൾ നമ്മളിനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. വലിയ വിശപ്പൊന്നുമില്ല ഗൈസ്. ഇത്ര നേരം കഴിക്കാതെയൊക്കെ ഇരുന്ന മനീഷിനും അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കാനുള്ളൊരു വിശപ്പില്ല. ഞാനും ആ സ്നാക്സൊക്കെ കഴിച്ചപ്പോഴേക്കും ഫുള്ളാണ്. പിന്നെ നമുക്ക് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കാം. ബ്ലൈൻഡ് സ്പോട്ട് നോക്കിയതാണ്. ഞാൻ ഓർത്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞ തെറ്റിപ്പോയാ അങ്ങനെ വിചാരിച്ചു. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് പോവാം, എന്നിട്ട് കാണാം ബാക്കി. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത് കോഴിക്കോടൻസ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്താണ്. അവിടെയാണെങ്കിൽ ചെന്ന ശേഷം മൊത്തം റമദാൻ വൈബായിരുന്നു. DJ സോങ്, പിന്നെ സർബത്ത്, ഉപ്പിലിട്ട ഐറ്റംസ്, കാന്താരി മുട്ട, കാന്താരി പൈനാപ്പിൾ, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഈ കാന്താരി ഐറ്റംസിൻ്റെ ഒരു ഫാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ കഴിച്ചില്ലായിരുന്നു. പക്ഷെ അനീഷ് എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ മൊത്തം ഒരു വൈബായിരുന്നു. പാട്ടും ആൾക്കാരും ബഹളവും ഒക്കെ ആയിട്ട് അവിടെ ചെന്നപ്പോഴേക്കും ശരിക്കും നമുക്കൊരു ഇഫ്താർ പരിപാടിക്കൊക്കെ എവിടെയോ ചെന്നൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ മാങ്ങാ സർബത്തും കൂടി കഴിച്ചിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയത്. എങ്ങനെയുണ്ട്? കൊള്ളാവോ? ഇത്രയൊക്കെ സാധനങ്ങൾ കഴിച്ച സ്ഥിതിക്ക് ഞങ്ങൾ അധികം ഫുഡ് കഴിക്കില്ലെന്നാണ് വിചാരിച്ച ഗൈസ്. പക്ഷെ അവിടെ ചെന്നപ്പോഴേക്കും നല്ല വെറൈറ്റി ഓഫ് റൈസസ്, ചെമ്മീൻ ചോറ്, ഇറച്ചിച്ചോറ്, പാൽ ചോറ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഐറ്റംസ്. ഞങ്ങളിതാ ഇറച്ചിച്ചോറാണ് വാങ്ങിച്ചത്. പിന്നെ ചിക്കൻ 65. ഓ മൈ ഗോഡ് ഗൈസ്, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സോ ഗുഡ്, അങ്ങനെ പറയാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി.
നല്ല ഫുഡായിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ കോഴിക്കോടൻസ് ഞങ്ങൾ പോവാറുള്ളതാ. നല്ല ഫുഡാ അവിടുത്തെ. ഇറച്ചിച്ചോറ് ആണ് നമ്മൾ കഴിച്ചത്, പിന്നെ ചിക്കൻ 65ഉം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഇറച്ചിച്ചോറ് ഞാൻ കഴിച്ചിട്ടുള്ളത് ദുബായിൽ. എൻ്റെ ചിറ്റ ഉണ്ടാക്കും. ഉഫ്, അത് അമ്മാതിരി ടേസ്റ്റ് ആണ്. അതിൻ്റെയൊക്കെ ഒരു ലെവൽ ഓഫ് ടേസ്റ്റ് ആയിരുന്നു. വീട്ടിലൊക്കെ ഉണ്ടാക്കണ പോലത്തെ ഉള്ളൊരു ഹോംലി ആയിട്ടുള്ള ഒരു ഫുഡായിരുന്നു. അപ്പോ നമുക്ക് നോമ്പെടുത്ത ആളുടെ അടുത്ത് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ നോമ്പ് ദിവസം എന്ന്. ഞാൻ നോമ്പൊന്നും എടുത്തില്ലെങ്കിലും എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഗൈസ്, നല്ല ക്ഷീണമുണ്ട്. എനിക്ക് പോയി കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ. പക്ഷെ ഞങ്ങളിപ്പോ ഒരു സീരീസ് കാണുന്നുണ്ട്, അപ്പൊ അത് കാരണം എനിക്കിങ്ങനെ അത് കാണാനുള്ള ഒരു മൈൻഡിലുണ്ട്. നോക്കട്ടെ. അപ്പൊ നമുക്ക് നോമ്പെടുത്ത ആളോട് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ എക്സ്പീരിയൻസ്. പറയൂ, ഇങ്ങനത്തെ നോമ്പ് എങ്ങനെ ഉണ്ടായിരുന്നു താങ്കളുടെ? ഇന്നത്തെ എന്താ പറയാ, നോമ്പ് എടുത്തത് എനിക്ക് അങ്ങനെ അത്ര പെട്ടെന്ന് ക്ഷീണമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചെറുതായിട്ട് വിശപ്പൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും ഓക്കെ ആയിരുന്നു. പിന്നെ എന്താ ഇഷ്ടായ നോമ്പിലെ ഫുഡ് ഐറ്റംസിൽ? ഞാൻ നോമ്പില് ഉണ്ടാക്കിയതിൽ എന്താ ഇഷ്ടായേ? നോമ്പില് എനിക്ക് ഇന്ന് എനിക്ക് ഇഫ്താർ എടുത്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഉന്നക്കായാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് സൂപ്പർ ആയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി ഫുഡ് കഴിച്ച ഇഷ്ടായ? പിന്നെ ഇറച്ചിച്ചോറ് കോഴിക്കോട് ഇഷ്ടായ? അവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇറച്ചി ചോറൊക്കെ കഴിക്കുന്നു. അപ്പൊ അത് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നല്ല ഇറച്ചി ചോറ് സൂപ്പർ ആയിരുന്നു, അടിപൊളി. എന്റെ ചിറ്റയുടെ ഇറച്ചിച്ചോറ് കഴിക്കണം. അപ്പൊ അതും കഴിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ വ്ളോഗില്? വേറെന്താണ്? ഓക്കെ ഗൈസ്, അപ്പോ അത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു കുട്ടി റമദാൻ വ്ളോഗ്. അപ്പോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായാൽ എന്തായാലും നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ. നിങ്ങളുടെ സജഷൻസ് എല്ലാം പറയണേ. കാര്യം ഞാൻ സത്യം പറഞ്ഞ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഫുഡ് കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാൻ വീഡിയോസ് എടുക്കലും കുക്ക് ചെയ്യലും വീഡിയോസ് എടുക്കലും കുക്ക് ചെയ്യലും വീഡിയോസ് എടുക്കലും ഞാൻ അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു വീഡിയോന് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. നല്ലതാണെങ്കിൽ നല്ലത്, മോശമാണെങ്കിൽ മോശം, ഇമ്പ്രൂവ് ചെയ്യാനിതിലുണ്ടെങ്കിൽ അത്, അങ്ങനെ എല്ലാം സജഷൻസ് നിങ്ങൾ പറയണം. എന്നാലാണ് നമുക്കും അതൊരു മോട്ടിവേഷൻ ആവുള്ളൂ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ടും അല്ലെങ്കിൽ കറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ. അപ്പൊ എല്ലാവരും കണ്ടിട്ട് വെറുതെ പോകരുത്, ഡെഫിനറ്റ്ലി കമന്റ് ചെയ്യണം. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഗായ്സ്. നമുക്കപ്പൊ ഇനി ഒരു പുതിയ അടിപൊളി വ്ളോഗായിട്ട് വരാം. ആൻഡ് ബൈ ദ വേ, ഇത് എന്റെ ഫസ്റ്റ് വ്ളോഗാണ് ഇത് ന്യൂ ഫോൺ. അപ്പോൾ ഞാൻ എക്സൈറ്റഡ് ആണ്. ഇത് വേഗം എഡിറ്റ് ഞാൻ ഇടുന്നതായിരിക്കും, അതുകൊണ്ട്. ഓക്കെ, അപ്പൊ ശരി ഗായ്സ്, നമുക്ക് ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ആൻഡ് ടേക്ക് കെയർ ആൻഡ് ഗുഡ് നൈറ്റ് ആൻഡ് ഈദ് മുബാറക് ഇൻ അഡ്വാൻസ് ആൻഡ് റംദാൻ കരീം.